നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു പ്രശ്നമാണ് മുട്ടുകളുടെ കൈകാൽ മുട്ടുകളുടെ വേദന, തേയ്മാനം എന്നുള്ള പ്രശ്നം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു മുതിർന്നവരില്ലേ, ഒരു 45 വയസ്സ് 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ ഇത് മുട്ടു മാറ്റിവെക്കൽ എന്നൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. മുട്ടു മാറ്റിവെക്കലിന് നൂതന മാർഗ്ഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം റിനൈ മെഡ്സിറ്റിയിലെ ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ രാജ്മോഹൻ RP. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ മുട്ടുമാറ്റിവെക്കലിനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് ഈ സന്ധി വേദന, സന്ധി തേയ്മാനങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് ഈ മുട്ടുകളുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഏതെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് മുട്ട് മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങൾ? ഈ സന്ധി തേയ്മാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് നമ്മൾ മുട്ട് മാറ്റിവെക്കുന്നത്. സന്ധി തേയ്മാനം വരുന്നത് വാദം കൊണ്ടുവരാം, അല്ലെങ്കിൽ പ്രായക്കൂടുതലും ഭാരം കൂടിയിട്ടുള്ള തേയ്മാനമാവാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇതിന് മരുന്നുകളുണ്ട്, ഫിസിയോതെറാപ്പി, വെയിറ്റ് കുറയ്ക്കാൻ പറയുക, കുറേ വ്യായാമങ്ങൾ, അതിലൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിനെ മുട്ടി മാറ്റി വയ്ക്കുന്ന ഓപ്പറേഷൻ മാത്രമേ അതിന് പരിഹാരമായിട്ടുള്ളൂ. അപ്പോൾ അതായത് അതിൻ്റെ കാർട്ടിലേജ്, ഞാൻ ഉദാഹരണത്തിന് ഇതാണ് നമ്മുടെ മുട്ടിൻ്റെ ഒരു മോഡൽ. ഇത് തുടയുടെ എല്ലാണ്, ഇത് കാലിൻ്റെ എല്ലാണ്. ഈ രണ്ട് എല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കുഷൻ പോലെ ഒരു സാധനം ഉണ്ടാകും. അതിന് കാർട്ടിലേജ് എന്നാണ് പറയുന്നത്. അത് കംപ്ലീറ്റ്, അത് ആ ഒരു കാർട്ടിലേജ്, ആ കുഷൻ അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബർ എന്നാണ് പറയുന്നത്. അതുള്ളത് കൊണ്ടാണ് മുട്ടിങ്ങനെ വേദന ഇല്ലാതെ അനങ്ങുക. അപ്പോൾ ആ ഷോക്ക് അബ്സോർബർ മുഴുവനായിട്ട് തേഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലും തമ്മിൽ ഇങ്ങനെ വരയാൻ തുടങ്ങും. ആ ഒരു അവസ്ഥ എത്തുമ്പോഴാണ് നമ്മൾ ഈ മുട്ട് മാറ്റി വയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ എല്ലും തമ്മിൽ വരയുമ്പോഴാണ് ഈ വേദനയും ശബ്ദവും ഒക്കെ വരുന്നത്. പലരും അങ്ങനെ പറയുന്നത്, പടി കയറുമ്പോഴും ശബ്ദം കേൾക്കാം, മുട്ട് മടക്കുമ്പോൾ ഒരു ഫ്രിക്ഷൻ എന്നൊക്കെ പറയുന്നത്, അത് ആ എല്ലുകൾ തമ്മിലുള്ള വരയുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഓക്കെ. അപ്പോൾ തുടക്കത്തിൽ ഇതിൻ്റെ ഒരു ഫ്ലൂയിഡ് കുറയുന്ന ഒരു അവസ്ഥ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താണ് അവസ്ഥ? ഈ ഫ്ലൂയിഡ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാർട്ടിലേജിനാണ്. ഇതൊരു ജെല്ലി പോലത്തെ ഒരു സോഫ്റ്റ്, ഈ മെഷീനൊക്കെ ഇടയിൽ കാണുന്ന ഷോക്ക് അബ്സോർബറിനെ ഇതിന് നമ്മൾ താരതമ്യപ്പെടുത്തും. ആ ടാപ്പിലോ അല്ലെങ്കിൽ മെഷീനിലേക്കുള്ള ഷോക്ക് അബ്സോർബർ കുറേ കഴിയുമ്പോൾ അത് തേഞ്ഞ് വരഞ്ഞു പോകുമല്ലോ. അതുപോലെ തന്നെ അതാണ് ഈ ഫ്ലൂയിഡ് കുറഞ്ഞു പോകുന്നത്. ഈ ഷോക്ക് അബ്സോർബർ തേഞ്ഞ് എല്ലുകൾ തമ്മിൽ മുട്ടാൻ തുടങ്ങും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ മുട്ടുകളുടെ ഒരു പ്രശ്നം പറയുമ്പോൾ കാര്യം നമ്മുടെ ജോയിൻസിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കാൽമുട്ടുകളിലാണല്ലോ ഇത് കൂടുതലായി കാണുന്നത്. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? കാര്യം നമ്മുടെ ബോഡിയിൽ, ശരീരത്തിലെ ഏറ്റവും വലിയ ജോയിൻ്റ് എന്ന് പറയുന്നത് നീ ജോയിൻ്റ് അല്ലെങ്കിൽ മുട്ടാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, നമ്മൾ അറിഞ്ഞും അറിയാതെയും പടി കയറുമ്പോഴായാലും അല്ലെങ്കിൽ ഇരിക്കുമ്പോഴും മടങ്ങുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ ജോയിൻ്റാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അതിനായിരിക്കും ഏറ്റവും കൂടുതൽ തേയ്മാനവും. ഒരു സംശയം, ഈ കൂടുതൽ നടക്കുന്നത് നല്ലതാണ് എന്ന് പല വിദഗ്ധരും പറയുന്നു. അതോടൊപ്പം തന്നെ ചിലർ കാലുകളിലെ തേയ്മാനം എന്ന് കംപ്ലൈൻറ്റ് പറയുമ്പോൾ കൂടുതൽ നടക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു ശരിയായ ധാരണയാണോ അതോ വെറും തെറ്റിദ്ധാരണയാണോ? അല്ല, ഇതിന് രണ്ട് വശങ്ങളുണ്ട്. നടക്കുന്നത് ശരിക്കും നല്ലതാണ്, പക്ഷെ നടക്കുന്ന അതിൻ്റേതായ രീതിയിൽ. എന്ന് വെച്ചാൽ പിള്ളേരുടെ കാര്യമല്ല പറയുന്നത്, ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളില്ല നടക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഷൂ, അതായത് ഷോക്ക് അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഷൂ ഉപയോഗിച്ച് വേണം നടക്കാൻ. എപ്പോഴും നടക്കുമ്പോഴല്ല, വാക്കിങ്ങിന് വേണ്ടി നടക്കുമ്പോഴേ. പിന്നെ നടക്കുമ്പോൾ പരമാവധി നല്ല സർഫസിൽ, അല്ലാതെ കല്ലും മണ്ണും കുഴിയൊക്കെ ഉള്ള സ്ഥലത്ത് നടക്കാതിരിക്കാൻ നോക്കുക. അപ്പോഴും മുട്ടിന് കൂടുതൽ ലോഡിങ് വരും. അപ്പം അങ്ങനെ പ്രോപ്പർ ഷൂ ഒക്കെ ഉപയോഗിച്ച് നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പടി കയറുന്നത് അത്ര നല്ലതല്ല. ആവശ്യത്തിന് കയറാം, പക്ഷേ ഒരു എക്സസൈസായിട്ട് പടി കയറുന്ന കാര്യം, ഓരോ പടി ചവിട്ടുമ്പോഴും നമ്മുടെ മുട്ടിൽ ഒരു 8 ഇരട്ടി ലോഡ് കൂടുതലായിട്ട് വരും. അപ്പം അങ്ങനെ ഒരുപാട് പടി കയറുന്നത് നല്ലതല്ല. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പുതിയ തലമുറയിൽ ഹെൽത്ത് കുറച്ചും കൂടെ കോൺഷ്യസ് ആയി തുടങ്ങുന്നവർ ഈ 10 നിലയൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്റ്റെപ്പ് കയറുന്ന ഒരു പ്രകൃതമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അത്രയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അത് എക്സസൈസായിട്ട് നല്ലതാണ് ഈ പടി കയറുന്നത്, പക്ഷേ അത് മുട്ടിന് കേടാണ്. ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. നമസ്കാരം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. പറയൂ, കേൾക്കാം. എനിക്ക് 28 ഇയേഴ്സ് ആണ്. അപ്പോൾ ഒരു 1 ഇയർ ആയിട്ട് എനിക്ക് മുട്ടിന് നല്ല വേദനയുണ്ട്. അത് 1-2 കാര്യങ്ങളായിട്ട് കുറച്ച് ഒരു 2-3 മാസം കുറച്ച് തിരക്കിട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോഴാണ് എനിക്ക് സ്ട്രെയിൻ തോന്നി തുടങ്ങിയത്. പിന്നെ അപ്പോൾ ഞാനത് ആദ്യം മൈൻഡ് ചെയ്തില്ല, കുറച്ചു കാലം വിട്ടേച്ചു. പിന്നെ ഡോക്ടറെ കാണിക്കാൻ നിന്നു. അപ്പോൾ എക്സ്റേ എടുത്തു, എല്ലാം എടുത്തു, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴും എനിക്കത് കറക്റ്റായിട്ട് വിട്ടു മാറിയിട്ടില്ല. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്യുമ്പോൾ അത് തിരിച്ചു വരിക. നമ്മുടെ രോഗലക്ഷണം കേട്ടിട്ട് സാധാരണ ഇങ്ങനെ പെട്ടെന്നുള്ള സ്ട്രെയിനിൽ വരുന്നത് നമ്മുടെ ഈ പറഞ്ഞല്ലോ, ഈ കാർട്ടിലേജ്, മെനിസ്കസ്. അപ്പോൾ കാലിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുകയോ വരുമ്പോൾ ആ മെനിസ്കസിൽ ചെറിയ കേടുപാടുകൾ ഉണ്ടായിക്കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് വേദന മാറാതെ നിൽക്കുന്നത്. അപ്പോൾ അതിന് തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഐസ് വെക്കുക, റെസ്റ്റ് എടുക്കുക, മരുന്ന് കഴിക്കുക, ഇതൊക്കെയാണ് ആദ്യം ചെയ്യുക. പക്ഷെ അതിലൊന്നും മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിന് MRI സ്കാനൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ കുറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ ഡോക്ടർ അത് നിർദ്ദേശിച്ചേക്കാം. പലപ്പോഴും അത് വേണ്ടി വരും. MRI സ്കാനിൽ ഈ കാർട്ടിലേജ് കാണാൻ പറ്റുകയുള്ളൂ.
ഓക്കെ. എക്സ്റേയിൽ അതൊരു ഗ്യാപ്പായിട്ടേ കാണുകയുള്ളൂ. ആ കാർട്ടിലേജ് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ നമ്മൾ അറിയണമെങ്കിൽ MRI സ്കാൻ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഇത് തന്നെ ഈ മുട്ടുവേദന പലപ്പോഴും ഉണ്ടാവും, കുറച്ച് ദിവസം നിൽക്കുന്ന വേദനകളുണ്ട്. എങ്ങനെയാണ് ഈ തേയ്മാനമാണെന്ന് നമ്മൾ സംശയിക്കേണ്ട ലക്ഷണങ്ങൾ? അതായത് ആദ്യം തുടക്കത്തിൽ നമ്മളുള്ള സ്ട്രെയിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ വേദന വരാറുള്ളൂ. കൂടുതൽ നടക്കുക, അല്ലെങ്കിൽ ഒരുപാട് പടി കയറുക, അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് എഴുന്നേൽക്കുമ്പം അങ്ങനെയൊക്കെയാണ് ആദ്യം. അപ്പോൾ അപ്പോഴേ കാണിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ പലരും ആ സമയത്ത് അത് കാണിക്കാറില്ല. പിന്നെ അത് കൂടിക്കൂടി പിന്നെ അത് നോർമൽ സാധാരണ നടക്കുമ്പോൾ പോലും വേദന വരാൻ തുടങ്ങും. പിന്നെ മുട്ടിനകത്ത് ചെറിയ നീര്, രാവിലെ എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ തുടക്കത്തിലും ഒക്കെ കണ്ടുവരുന്നത്. മാറ്റിവയ്ക്കൽ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നതിന് മുൻപ് എന്തെല്ലാം ചികിത്സകളാണ് നമ്മൾ നൽകുന്നത്? ആദ്യം വളരെ തുടക്കത്തിൽ അതിന് കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്. ഈ ഗ്ലൂക്കോസമിൻ എന്നൊക്കെ പറഞ്ഞ് കുറേ മോളിക്യൂൾസ്, അതിന് സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്ത അത് കുറേ കാലം കഴിക്കുമ്പോൾ വളരെ തുടക്കത്തിലുള്ള തേയ്മാനമൊക്കെ അതിൽ മാറാറുണ്ട്. പിന്നെ ഈ മുട്ടിനകത്ത് തന്നെ ഒരു മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യാറുണ്ട്, ഒരു ഹൈലറോണിക് ആസിഡ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ. അപ്പോൾ അത് പക്ഷേ അത് വളരെ ഏർലി തുടക്കത്തിൽ ചെയ്താലേ അതിന് പ്രയോജനം കിട്ടുകയുള്ളൂ. പിന്നെ ഭാരം കൂടുതലുള്ളവർക്ക് ഭാരം കുറയ്ക്കാൻ പറയുന്നു. പിന്നെ മുട്ടിന് ചുറ്റുമുള്ള മാംസപേശികളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി, ഇതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത്. ഇനി നമുക്ക് മുട്ട് മാറ്റിവെക്കേണ്ട അവസ്ഥകളെക്കുറിച്ച് പറയാൻ തോന്നുന്നു. എപ്പോഴാണ് മുട്ട് മാറ്റിവെക്കേണ്ടത്? ഏതെല്ലാം തരത്തിലുള്ള രീതികളാണ് നിലവിലുള്ളത്? മുട്ട് മാറ്റിവെക്കാൻ ഞാൻ പറഞ്ഞില്ല, ഈ വാദം അല്ലെങ്കിൽ തേയ്മാനം. വാദം എന്ന് പറയുന്നത് പലതരം വാദമുണ്ട്. സന്ധിവാദം, ആമവാദം എന്നൊക്കെ പറയുന്ന ഇൻഫ്ലമേറ്ററി ഉണ്ട്. പിന്നെ തേയ്മാനം, അതായത് ഞാൻ പറഞ്ഞ പോലെ പ്രായ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ വന്നിട്ടുള്ള തേയ്മാനം. അപ്പോൾ ഇതിൻ്റെ കാരണം ഏത് തന്നെ ആയാലും അതിൽ സംഭവിക്കുന്ന ഈ കാർട്ടിലേജ് തേഞ്ഞു പോകുന്നു. അപ്പോൾ എല്ലുകൾ തമ്മിൽ ഇങ്ങനെയുള്ള ഒരയുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്റ്റേജിൽ ഈ മുട്ട് മാറ്റി വെക്കലേ ഉള്ളൂ, അതിന് മാർഗ്ഗമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മുട്ടിൻ്റെ മേളിലത്തെ ഇതാണ് തുടയില്ല, അതിൽ നിന്നൊരു ചെറിയൊരു ലെയർ, ഒരു 8 മില്ലിമീറ്റർ ലെയർ ഓഫ് ബോൺ നമ്മൾ മാറ്റും. ആ മാറ്റിയ സ്ഥാനത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ലെയർ, ഒരു മറ്റേ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ലെയർ ഇങ്ങനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഫിക്സ് ചെയ്യുന്നത് ബോൺ സിമെൻ്റ് എന്നൊരു സാധനം കുഴച്ചിങ്ങനെ ഒട്ടിക്കുകയാണ്, നമ്മൾ ടൈൽസൊക്കെ ഒട്ടിക്കുന്ന പോലെ. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ 8 മിനിറ്റ് ആകുമ്പോൾ അത് എല്ലുമായിട്ട് അത് യുണൈറ്റ്, എന്താ പറയുക, ഒറ്റ യൂണിറ്റ് ആകും. അത് പിന്നെ ആണെങ്കിലത് അതുപോലെ താഴെ കാലിൻ്റെ എല്ലിലും അതുപോലെ ഒരു 8 മില്ലിമീറ്റർ ബോൺ മാറ്റും, ചെറിയൊരു ലെയർ ഓഫ് ബോൺ. അവിടെ നമ്മളൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മെറ്റൽ ഫിക്സ് ചെയ്യുന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ ബോൺ സിമെൻ്റ് വെച്ച് തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമ്മളൊരു സിന്തറ്റിക് ഒരു കുഷൻ, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കുഷൻ അതിൻ്റെ ഇടയ്ക്ക് വയ്ക്കുന്നു. ഇപ്പോൾ ഒരു ജെല്ല് പോലെ ഉള്ള സാധനം അവിടെ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു കുഷൻ. പിന്നെ മൂവ്മെൻറ്റ് വരുന്നത് ഈ 2 ലെയറും ആ സിന്തറ്റിക് കുഷനും തമ്മിലാണ്. ശരിക്കും മുട്ട് മാറ്റം വളരെ കുറച്ച് സാധനങ്ങളെ നമ്മൾ മാറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും മുട്ടുങ്ങ മാറ്റി വേറെ വെക്കുന്നത് ശരിക്കും ഒരു 8 മില്ലിമീറ്റർ അല്ലെങ്കിൽ 7 മില്ലിമീറ്റർ ലെയർ ബോൺ മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് മാറ്റി വെക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ നൂതനമായിട്ടുള്ള എന്തെല്ലാം മാർഗ്ഗങ്ങളാണെന്നൊന്ന് പറയുന്നത്? ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ശസ്ത്രക്രിയ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ യൂണി നീ, അത് അല്ലെങ്കിൽ യൂണി കമ്പാർട്ട്മെൻറ്റൽ നീ, പാർഷ്യൽ നീ എന്നൊക്കെ പറയാം. ചുരുക്കത്തിൽ യൂണി നീ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഈ സന്ധി തേയ്മാനം പലപ്പോഴും ഒരു സ്ഥലത്തായിരിക്കും, ഈ നമ്മുടെ 2 കോണ്ടയിൽ എന്ന് പറയും, അതിൻ്റെ ഉള്ളിലത്തെ കോണ്ടിൽ. നമ്മൾ തന്നെ ഈ മുട്ടുവേദന ഉള്ളവർ എപ്പോഴും പറയും കാലിൻ്റെ ഉൾവശത്താണ് വേദന വരുന്നത് എന്ന് എപ്പോഴും പറയുന്ന കേൾക്കും. അങ്ങനെ വരാൻ കാരണം ആ ഉൾവശത്താണ് ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത്. അപ്പം ഒരു 50% രോഗികൾക്കും ആ ഉൾവശത്തായിരിക്കും തേയ്മാനം, ഒരു വശത്ത് മാത്രം, മറ്റേ വശം നോർമലായിരിക്കും, അതിന് ഒരു കേടുപാടുണ്ടാവില്ല. അപ്പോൾ ഈ പുതിയ രീതി അനുസരിച്ച് നമ്മൾ തേയ്മാനം വന്ന ഭാഗം മാത്രം മാറ്റുക. ഈ വളരെ കുറച്ച് ബോൺ, ഇത് ഇവിടെ മറ്റേ സന്ധി മാറ്റിവെക്കൽ 8 മില്ലിമീറ്റർ മാറ്റുന്നുവെങ്കിൽ ഇതിലൊരു 3 മില്ലിമീറ്റർ ബോൺ മാത്രം മാറ്റി അവിടെ ഒരു കുഷൻ വെച്ച് ഫിക്സ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇതിന് വേദന കുറവായിരിക്കും, ചെറിയ ഒരു ദ്വാരം വഴി അത് ചെയ്യാൻ കഴിയും. രോഗിക്ക് മറ്റേക്കാളും വേഗം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാനും അത് ഹെൽപ്പ് ചെയ്യും. ഡോക്ടർ, ഒരു കോളിന് ശേഷം നമുക്ക് തുടരാം. ഹലോ. നമസ്കാരം, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ. യെസ്, പറഞ്ഞോളൂ, കേൾക്കാം. നമസ്കാരം, പറയൂ. കാലിന്റെ മുട്ട് വേദനയാണ്, ഇങ്ങനെ നടക്കുമ്പോ ഒരു ശബ്ദം അങ്ങനെ ഉണ്ടാവുന്നുണ്ട്, അതെന്താന്ന് അറിയാൻ വേണ്ടിട്ടാ. എത്ര പ്രായമുള്ളതാണ് നമ്മൾ? 55 വയസ്സായി. ഭർത്താവിന് വേണ്ടിട്ട് വിളിക്കാണ്. ഓക്കെ. അല്ല, ഈ പ്രായത്തിൽ സാധാരണ നമ്മൾ ഏറ്റവും സാധാരണ കണ്ടുവരുന്നത് തേയ്മാനം തന്നെയാണ്. ഇത് ഏതെങ്കിലും ഡോക്ടറിനെ കണ്ട് എക്സ്റേ എന്തെങ്കിലും എടുക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഡോക്ടർ, ആ കോള് കട്ടായി. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? വ്യക്തമാണെന്ന് ചെയ്ത് ഏറ്റവും നമ്മൾ ഒ.പിയിൽ ഏറ്റവും സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണ് 50 വയസ്സ് കാണുമ്പോൾ വേദന, ശബ്ദം കേൾക്കുന്നത് ഒരു 90% അത് തേയ്മാനത്തിൻ്റെ ലക്ഷണം തന്നെയാണ് അല്ലേ? അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നൂതനമായിട്ടുള്ള രീതിയാണ്. അപ്പോൾ സാധാരണ എല്ലാവർക്കും ഈ മാറ്റിവെക്കുക എന്നുള്ള ശസ്ത്രക്രിയ പറയുമ്പോൾ തന്നെ പേടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇത്തരം മാർഗ്ഗങ്ങൾ വളരെയധികം ഉപകാരപ്രദമാകും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ തേയ്മാനത്തിന് കൂടുതലായിട്ട് വരുമ്പോൾ അത് മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ ഈ ഒരു മാർഗം ഏത് രീതിയിലാണ് ഹോസ്പിറ്റലൈസേഷൻ, അത്തരം കാര്യങ്ങളൊന്ന് പറയാം.
സാധാരണ തേയ്മാനമുള്ള ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ഇപ്പോൾ ഈ ഒരു പുതിയ കൺസെപ്റ്റ്, അതായത് ഒരു യൂണിയനി ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ കഴിയും. കാര്യം വളരെ ചെറിയ ഒരു ഇൻസിഷൻ അല്ലെങ്കിൽ നമ്മൾ ദ്വാരത്തിൽ കൂടെയാണ് അത് ചെയ്യുന്നത്. വളരെ കുറച്ച് ടിഷ്യൂ മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ. അപ്പോൾ രോഗിക്ക് വേഗം പൂർവ്വസ്ഥിതിയിലോട്ട് എത്താനും പറ്റും. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലെങ്കിൽ 3-4 മണിക്കൂർ അന്ന് തന്നെ രോഗിയെ പതുക്കെ നമ്മൾ നടത്തി തുടങ്ങാറുണ്ട്. കാര്യം വളരെ കുറച്ച് ഭാഗം മാറ്റുന്നുള്ളൂ. മറ്റേ സൈഡ് നോർമൽ മുട്ട് തന്നെയാണ്. അപ്പം വേഗം രോഗിക്ക് പൂർവ്വസ്ഥിതിയിലോട്ട് വരാനും കഴിയും. പിന്നെ അത് വേറൊരു അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഈ മുട്ട് സാധാരണ മാറ്റി വയ്ക്കുന്ന കുറച്ച് പ്രായം ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴാണ് ടോട്ടലി മുഴുവനായിട്ട് മാറ്റി വയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇതാണെങ്കിൽ കുറച്ചുകൂടെ ചെറുപ്പക്കാർക്ക് തന്നെ, ഈവൻ 45 വയസ്സുള്ളവർക്കൊക്കെ തന്നെ വേണമെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതാണ്. കാര്യം വളരെ കുറച്ച് സാധനങ്ങളെ നമ്മൾ മാറ്റുന്നുള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ആ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, പറയൂ, കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടറെ നമസ്കാരമുണ്ട്. പിന്നെ ഞാൻ കണ്ണൂരിൽ നിന്ന് അബൂബക്കറാ വിളിക്കുന്നത്. എന്റെ അടുത്തേക്കാലിന്റെ മുട്ടും പിന്നെ ഡിസ്കും കംപ്ലീറ്റ് തേഞ്ഞിട്ട് പോയി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മംഗലാപുരം കുറെ കടന്ന് എല്ലാവരും ഓപ്പറേഷൻ ചെയ്യാനാ പറയുന്നത്. അപ്പൊ ഡിസ്കിന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് ഭയങ്കര പേടിയാണ് എനിക്ക്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ മുഴുവൻ തേഞ്ഞു കഴിഞ്ഞാൽ അബൂബക്കർ വേറെ മാർഗമില്ലല്ലോ നമുക്ക്. കാര്യം അത് കൊണ്ട് നടന്നാൽ കൂടുതൽ പ്രശ്നങ്ങളാവുകയല്ലേ ഉള്ളൂ. ആയുർവേദത്തിന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയില്ലാന്ന് പറഞ്ഞ്, അതേപോലെ മംഗലാപുരത്തിന് പറഞ്ഞ് ഇവിടുന്ന് ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ഒരു കഴിച്ചു കൊടുക്കുന്നു. പേടിയാണ് പ്രശ്നം അല്ലേ ഡോക്ടർ? അപ്പൊ അതിന്റെ ആവശ്യം ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഉപകാരമായിരിക്കും അല്ലെ? ഭയപ്പെടാനില്ല എന്നുള്ളൊരു കാര്യം. അതെ അതെ അതെ. കാര്യം ഇപ്പം നമ്മൾ ഈ മുട്ട തേയ്മാനം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിലേ കോളറുണ്ട് ഇപ്പോൾ. ഡോക്ടർ പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ അത് ആ മുട്ട് പിന്നെ വളഞ്ഞ് അദ്ദേഹം കേൾക്കുന്നുണ്ടല്ലോ. മുട്ടിൻ്റെ അകത്തുള്ള കാർട്ടിലേജൊക്കെ ഒരുപാട് പിന്നെ ആദ്യം കാർട്ടിലേജ് തേയുമെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ഇതാണ് കാർട്ടിലേജ്. അപ്പോൾ ഈ കാർട്ടിലേജ് തേഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ മുട്ട് വേദനയും കൊണ്ട് നടക്കുകയാണെങ്കിൽ താഴെയുള്ള എല്ലും തേയാൻ തുടങ്ങും. അപ്പോൾ അതിന് ബോൺ ലോസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ എല്ല് തേഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ കാൽ വല്ലാതെ വളഞ്ഞിങ്ങനെ ബ്രാക്കറ്റ് പോലെയൊക്കെ ആകുന്ന അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുട്ട് മാറ്റി വയ്ക്കാൻ ബുദ്ധിമുട്ട്. മുട്ട് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും മുട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഓപ്പറേഷൻ അത്രയും കോംപ്ലിക്കേറ്റഡും. ഈ എല്ല് തേഞ്ഞ ഭാഗത്ത് നമ്മൾ വേറെ ഒരു പീസ് ഓഫ് മെറ്റൽ ഒക്കെ വെച്ച് അതിനെ ബിൽഡപ്പ് ചെയ്ത് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിങ്ങനെ പേടിച്ചിങ്ങനെ വഹിക്കുന്നത് കൊണ്ട് കൂടുതൽ ദോഷമാണ് വരുന്നത്. ഡോക്ടർ, ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. കാരണം ഈ മുട്ട് മാറ്റി വെക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇതിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ പലരും മറ്റു മാർഗ്ഗങ്ങൾ പരീക്ഷിക്കാൻ പോകും. കാരണം ഈ മുട്ട് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഭയമാണ്. പിന്നെ കൂടുതൽ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. പിന്നെ സാധാരണമായിട്ടുള്ള ഒരു ചലനങ്ങൾ എത്രത്തോളം സാധ്യമാകും എന്നൊക്കെ ഉള്ളൊരു പേടി. അപ്പം നമ്മുടെ ഈ നൂതന മാർഗ്ഗം അതാവുമ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ശസ്ത്രക്രിയയുടെ മാറ്റി വയ്ക്കുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ടുകളില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ എങ്ങനെയാണ് ആ പ്രോസസ്സ് എന്നൊന്ന് ചുരുക്കി വിവരിക്കാം. അപ്പോൾ ആ ഒരു യൂണിയനി എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻ വെച്ചാൽ അത് വളരെ തുടക്കത്തിൽ ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും. അതായത് ഒരു ഭാഗം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പാടുള്ളൂ. എല്ലാ മുട്ടും ആദ്യം ചെയ്യുന്നത് ഒരു ഭാഗത്ത് നിന്നാണ്. പക്ഷേ ഈ പറഞ്ഞ പല പേഷ്യൻറ്റും പേടി കൊണ്ടും അല്ലാതെയും അവർ കൊണ്ട് നടക്കും. അപ്പോഴാ ഒരു സ്ഥലത്ത് നിന്ന് മാറി അത് വളഞ്ഞ് മറ്റേ സൈഡും, അതായത് 2 കോണ്ടയിലുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ കോണ്ടയിലോട്ടും പടരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോട്ടൽ നീ, അതായത് മുഴുവൻ മാറ്റി വയ്ക്കേ മാർഗ്ഗമുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ കിട്ടുമ്പോഴാണ് ഒരു പെയിൻ തുടങ്ങിയ അധികം വർഷങ്ങൾക്ക് മുമ്പ് 1-2 വർഷത്തിനുള്ളിലെങ്കിലും നമ്മൾ പേഷ്യൻ്റ് വരികയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു വളരെ ചെറിയ ഒരു ഇൻസിഷനിലൂടെ, അപ്പോൾ അതിൽ വളരെ കുറച്ച് ഭാഗമേ നമ്മൾ മാറ്റുന്നുള്ളൂ. ഒരു വളരെ ഒരു 4 മില്ലിമീറ്റർ ബോണേ മാറ്റുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് അങ്ങനെ പേടിക്കാനോ അല്ലെങ്കിൽ ഇത് പേടി കാരണം കൂടുതൽ ദോഷമാണ് ഉണ്ടാകുന്നത്. അതെ, ചെറിയ ഒരു എന്താ പറയുക, നൂല് കൊണ്ടെടുക്കാം എന്താ പറയുമല്ലോ, അതുപോലെ അങ്ങനെ പറ്റുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ നമസ്കാരം, സംസാരിച്ചോളൂ ഡോക്ടറോട്. പറയൂ, ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ. എനിക്ക് പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് കഴിഞ്ഞ് 6 മാസമായി. വെരി ഗുഡ്. പക്ഷെ ഇപ്പോഴും ഒരു സ്ഥലത്ത് ഒരു 15 മിനിറ്റ്സ് ഇരുന്നെങ്കിൽ പിന്നെ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 15 മിനിറ്റിലേക്ക്, കുറച്ച് സമയത്തേക്ക്, ഒരു ഫ്യൂ സ്റ്റെപ്സ്. എക്സസൈസ് ഒക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ 15 to 20 സ്റ്റെപ്സ് ആദ്യം ഭയങ്കര പ്രോബ്ലം. ഇരിക്കുമ്പോൾ മാത്രം. പിന്നെ രാത്രി കിടക്കുമ്പോഴും ആ പ്രോബ്ലം ഉണ്ട്. കിടന്നിട്ട് രാത്രി ബാത്റൂമിൽ എഴുന്നേറ്റ് പോകുമ്പോഴും ഈ 15 to 20 സ്റ്റെപ്സ്. ഓപ്പറേഷൻ കഴിഞ്ഞ് എത്ര നാളായി? 6 months, more than 6 months.
പിന്നെ ഡോക്ടറോട് കാണിച്ചായിരുന്നോ അതിനുശേഷം ഫോളോ അപ്പ് പോയിരുന്നോ? ഇവിടെ അല്ല ചെയ്തത്, ഞാൻ പൂനെയിലാണ് ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എക്സസൈസ് ചെയ്യുമ്പോൾ മാറിക്കൊള്ളും. സാധാരണ കാര്യം മുട്ടിന് ചെറിയ സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാവില്ല. കാര്യം കുറേ നാളത്തെ ആർത്രൈറ്റിസ് ആകുമ്പോഴത്തേക്കും ചുറ്റുമുള്ള മസിലൊക്കെ ശോഷിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും ഒരു കംപ്ലീറ്റ്ലി നോർമലാകാൻ ശരിക്കും ഒരു 3-4 മാസമൊക്കെ എടുക്കും. പക്ഷേ പാർഷ്യൽ നീ സാധാരണ ടോട്ടൽ നീയേക്കാളും വേഗം ശരിയാവേണ്ടതാണ്. അപൂർവമായിട്ട് ഇങ്ങനെ കാണാറുള്ളൂ. സാധാരണ ഒരു 2-3 ടോട്ടൽ നീ ഒരു 3-4 മാസം എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 1-2 മാസത്തിൽ തന്നെ സാധാരണ കാണാറുണ്ട് അങ്ങനെ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, പലപ്പോഴും ഈ ഷൂ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് തേയ്മാനങ്ങളൊക്കെ കൂടുതൽ ഗൗരവമാകുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ ശരിയാണോ? ഇത് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഷൂ കൊണ്ട് മാത്രമല്ല, എന്നാലും ഷൂവിനും ചെറിയ റോളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഒത്തിരി അധികം ഹീലുള്ള ഷൂ, എസ്പെഷ്യലി ഈ പെൺകുട്ടികളൊക്കെ ഇട്ട് നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ലോഡിങ്, കാലിൻ്റെ ലോഡിങ് കറക്റ്റായിട്ടല്ല വരുന്നത്. ഒരു സൈഡ് കൂടിയും ഒരു സൈഡ് കുറഞ്ഞും, അൺഈവൻ ലോഡിംഗ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ വരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വല്ലാത്ത ഹൈ ഹീലിട്ട് നടക്കുന്നത് അത്ര നല്ലതല്ല. പ്രായമായവർക്ക് പലപ്പോഴും നമ്മൾ പേഷ്യൻ്റെ പേരും നടക്കാൻ ചെല്ലുമ്പോൾ അവർ ഷൂ ഉപയോഗിക്കാതെ സാധാരണ സ്ലിപ്പറോ അല്ലെങ്കിൽ വളരെ കനം കുറഞ്ഞ ക്യാൻവാസ് ഷൂ ഒക്കെ ഇട്ട് നടക്കുന്നത് കാണാറുണ്ട്. പക്ഷേ അതത്ര നല്ലതല്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്, നടക്കുമ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന്, അതായത് നിലത്തു നിന്നുള്ള ഒരു ഫോഴ്സ് ഇങ്ങനെ നമ്മുടെ മുട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആ ഫോഴ്സ് നമുക്ക് കൗണ്ടർ ചെയ്യാനായിട്ട് അത് ഒരു ഷൂവിൽ നല്ല പ്രോപ്പറായിട്ട് കുഷണിങ് ഉള്ള ഷൂ, അതായത് ഇപ്പം നല്ല പവർ അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ഷൂകളൊക്കെ കിട്ടും കൂടുതൽ നടക്കുന്നവർക്ക്. അപ്പോൾ അതിനകത്തുള്ളൊരു കുഷണിങ് ഇഫക്റ്റ് കാരണം നിലത്തു നിന്നുള്ള ഫോഴ്സ് കുറേ അത് ന്യൂട്രലൈസിങ്, അത് തടയും. അപ്പം അങ്ങനത്തെ പ്രോപ്പറായിട്ടുള്ള കുഷണിങ് ഉള്ള ഷൂ ഉപയോഗിച്ചിട്ട് വേണം ഇങ്ങനെ രാവിലെയോ അല്ലെങ്കിൽ കൂടുതൽ നടക്കാനൊക്കെ പോകുമ്പോൾ. അല്ലാതെ വളരെ കനം കുറഞ്ഞ് ചെരുപ്പിട്ട് നടക്കുമ്പോൾ പലപ്പോഴും ആ ഗ്രൗണ്ട് ഫോഴ്സ് കാരണം മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവാറ്. ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് യൂണി നീ എന്നാണെന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ ഒരു പ്രാധാന്യം, അത് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് മറ്റേ നമ്മൾ മാറ്റി വെക്കുന്നതിൽ നിന്ന്, ഇപ്പം ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലൈസേഷൻ ആകട്ടെ, ഇതൊന്ന് റിക്കവർ ചെയ്യാനുള്ള സമയമാകട്ടെ, അത്തരം അഡ്വാൻറ്റേജസ് ഒന്ന് പറയാം. അപ്പം ഇതിൻ്റെ വളരെ ചെറിയ ഒരു ഇൻസിഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പണിങ്ങിൽ കൂടെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതിനേക്കാളൊക്കെ പ്രധാനം വളരെ കുറച്ചൊരു സാധനമേ നമ്മൾ കാർട്ടിലേജ് നമ്മൾ ഇതിൽ നീക്കം ചെയ്യുന്നുള്ളൂ. അപ്പം പ്രായം കുറഞ്ഞവർക്ക് തന്നെ ഒരു ഉദാഹരണത്തിന് ഇപ്പം ഈവൻ 45-40 വയസ്സുള്ളവർക്ക് പോലും അത് ചെയ്യാം. പിന്നെ ഈ പറയുന്ന ഈ ജോയിൻറ്റിനൊക്കെ ഒരു ലൈഫ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പം നമ്മുടെ ഒരു ടോട്ടൽ നീ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പലർക്കും പല വർഷങ്ങളാണ് നിൽക്കുന്നത്. ചിലർക്ക് 15 വർഷം 30 വർഷം കഴിഞ്ഞത് മാറ്റി റിവിഷൻ നീ എന്നുള്ള ഇത് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ പാർഷ്യൽ നീ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് ഈ സാധാരണ നീ തന്നെ വീണ്ടും ചെയ്യാൻ പറ്റും, ഒരു 30 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വളരെ പ്രൊസീജിയറും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് വീണ്ടും ചെയ്യാൻ പറ്റും. കാര്യം വളരെ കുറച്ച് ടിഷ്യൂവല്ലേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. അപ്പം ആ ഒരു നോർമൽ നീ റീപ്ലേസ്മെൻറ്റ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് തേഞ്ഞു എന്ന് വയ്ക്കുക. ഈ മുട്ടോ അല്ലെങ്കിൽ 10-20-30 വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തേയുമല്ലോ, നോർമൽ മുട്ട് തന്നെ ചെയ്യുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് ഇപ്പം ചെയ്യുന്ന സാധാരണ ടോട്ടൽ നീ ആ സമയത്ത് ചെയ്യാൻ പറ്റും. ഈ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന യൂണി നീ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് സാധാരണ നീ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു റിക്കവറി ചെയ്യാനുള്ള സമയം, ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്ര ദിവസം കിടക്കേണ്ടി വരും, പിന്നെ വീട്ടിൽ പോയാലും നമ്മൾ ഫോളോ അപ്സ് ഒക്കെ എത്ര വേണം, റിക്കവർ ചെയ്ത് സാധാരണ നിലയിലേക്ക് എത്താൻ എത്ര സമയം വേണം എന്നുള്ളതാണ്. ഇത് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞില്ല, അന്ന് രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ നടത്തി തുടങ്ങും. അപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റിച്ച് ഉണ്ടെങ്കിൽ സ്റ്റിച്ച് എടുക്കാൻ, ചിലർക്ക് വലിഞ്ഞു പോകുന്ന അബ്സോർബബിൾ സ്റ്റിച്ച് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ സ്റ്റിച്ച് എടുക്കാനുണ്ടെങ്കിൽ തിരിച്ചവരെ വിളിച്ചൊരു 10 ദിവസം ആകുമ്പോൾ സ്റ്റിച്ച് എടുക്കും. പക്ഷേ ഇതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഫിസിയോതെറാപ്പി തുടങ്ങും, മുട്ട് മടക്കാനും നടക്കാനും. അടുത്ത ദിവസം തൊട്ട് തന്നെ നമ്മൾ നടക്കാനും നോർമൽ കാര്യങ്ങളെല്ലാം ചെയ്യാനാണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം നോർമൽ മുട്ട് തന്നെയാണ്, എക്സെപ്റ്റ് ഒരു 20% മുട്ടേ മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ തന്നെ വേണമെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ ഓഫീസിലൊക്കെ പോകാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കുള്ള പെയിൻ അങ്ങനത്തെയൊക്കെ കംപ്ലീറ്റ് ടോട്ടലി മാറാൻ മേ ബി ഒരു 1-2 മാസം എടുക്കുമായിരിക്കും, എല്ലാ രീതിയിലും നോർമൽ മുട്ട് പോലെ തോന്നിക്കാൻ. ഓക്കെ. ഇപ്പോൾ ഓഫീസിൽ പോകുന്ന കാര്യം പറയുമ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറാൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ളവർക്ക്? സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഈവൻ മുട്ട് മാറ്റി വയ്ക്കാത്തവർ പോലും അധികം സ്റ്റെപ്സ് കയറുന്നത് നല്ലതല്ല. പക്ഷേ ഒരു സാധാരണ ഈ മുട്ടുമാറ്റി ആവശ്യത്തിനുള്ള ഒരു നിലയൊന്നും കയറുന്നില്ല, 1-2 നില കയറുന്നില്ലൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സാധാരണ മുട്ട് പോലെ തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ മാറ്റി വയ്ക്കുമ്പോൾ ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്, സിമെൻറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ അതിൻ്റെ മെറ്റലൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ, മെറ്റീരിയൽ വ്യത്യാസം. ഇതിലെങ്ങനെയാണത്? ഇതിൽ മെറ്റീരിയൽ സെയിം തന്നെ,
സെയിം തന്നെയാണ്. മറ്റേ നമ്മൾ ടോട്ടലിലേക്ക് ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയലൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വളരെ കുറച്ച് സാധനം മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ തുകയാണ് ഒരു വലിയ പ്രശ്നമായിട്ട് കാണാറ്. നമ്മൾ റീപ്ലേസ്മെൻറ്റിൻ്റെ ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ചിലവുകൾ? ടോട്ടൽ റീപ്ലേസ്മെൻറ്റിനേക്കാൾ കുറച്ചുകൂടെ ഇതിന് ചിലവ് കുറവായിരിക്കും. ഒന്ന് പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേയും കുറവാണ്. അപ്പം മറ്റത് ഏകദേശം ഒരാഴ്ചയൊക്കെ ചിലപ്പം കിടക്കേണ്ടി വരും പേഷ്യൻറ്റിന്. ഹോസ്പിറ്റൽ സ്റ്റേയും കുറയും. വയ്ക്കുന്ന സാധനവും ചെറുതായതുകൊണ്ട് ടോട്ടൽ നീഡ് അത്രയും കോസ്റ്റ് ഇതിന് വരുന്നില്ല, കുറച്ചുകൂടെ ചിലവ് കുറഞ്ഞിരിക്കും. ഓക്കെ. ഇതിൻ്റെ മെഷീൻസ് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ളൊരു യൂണിറ്റൊക്കെ അതൊക്കെ ഡിഫറെൻ്റ് ആണോ? സാധാരണ എല്ലാ ഹോസ്പിറ്റൽസിലും ഇത് കാണുന്നുണ്ടോ കേരളത്തിൽ? അതെ, നമ്മൾ പല പല കമ്പനികളുടെ ഉണ്ടെങ്കിലും ഇത് നമ്മൾ സാധാരണ നല്ല ഇംഗ്ലണ്ടിലും ഇങ്ങനെ റിസൾട്ടുകൾ തെളിയിച്ചിട്ടുള്ള ഒരു കമ്പനിയുടെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക, എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ചിലവുകൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായേക്കാം അല്ലേ? ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മുട്ടുവേദന സാധാരണ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായതുകൊണ്ട് വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് വേണം കരുതാൻ. വളരെയധികം നന്ദി. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.